അല്ലേ? അതെ. ആമി. ദൈവമേ, ഇങ്ങനെയായിരുന്നു ഇവളുടെ മഹിയിട്ട്. പെട്ടടാ പെട്ട്. ആമി, കുറേ നാളായില്ലേ നമ്മളിങ്ങനെ ഒന്ന് കണ്ടിട്ട്. ആൻഡ് യു ചേഞ്ച്ഡ് എ ലോട്ട്. കണ്ടിട്ട് മനസ്സിലായതേ ഇല്ല എനിക്ക്. പക്ഷെ മഹിയുടെ ഒട്ടും മാറിയിട്ടില്ല. പണ്ടത്തെക്കാളും കുറച്ചുകൂടെ ഹാൻസം ആയിരുന്നുള്ളൂ. പക്ഷെ മുഖച്ചയൊക്കെ അത് തന്നെയാണ്. മീറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അയ്യാൻ. ഹായ്. അച്ചു എന്ന് വിളിച്ചാൽ എനിക്കതാ കൂടുതൽ ഇഷ്ടം. വേണമെന്നില്ല, അയാൻ തന്നെ വിളിച്ചോളാം. ആൻഡ് അമി, നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. കോലമാണ്. ശരി മഹിയേട്ടാ, നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം, നിങ്ങൾ പോയിട്ടോ. അയ്യാനെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് മഹി അവിടെ നിന്ന് പോയി. ആമി, എന്താടാ ഈ പറ്റൊക്കെ വന്നതിനെ പുല്ലി? ഈ മുരടനാണോടി നിന്റെ ഓമന ഗാത്ര പോയി. എന്തൊരു വാങ്ങാത്തില്ലേലും ആയ മഹിയായിട്ട്. ഈ മുരടനെ കാലമാടനെയാണോ നീ പറഞ്ഞത്? നിനക്കിതെന്താടാ? അല്ല, അങ്ങേ മുരടനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? അല്ല അത് അതിലിപ്പോൾ മനസ്സിലാക്കാതിരിക്കുന്നു. കണ്ടില്ലേ, ഞാൻ അങ്ങനെ ഷേക്കാൻ്റെ കൊടുത്തിട്ട് അങ്ങനെ മൈൻഡ് പോലും ചെയ്യാതെ പോയത്. കോലമാടൻ. ഓ അതാണോ? അത് നീ പരിചയപ്പെട്ട ഫസ്റ്റ് ടൈം തന്നെ അച്ചു എന്നൊക്കെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് പുള്ളിക്കാരങ്ങനെ റിലേറ്റ് ചെയ്തതാവാം. അല്ലാതെ ആള് മുരടനൊന്നുമല്ല. നീ അങ്ങനെ സൈഡായില്ലേ? എല്ലാവരും എനിക്കറിയാം, എല്ലാവരും ഫേക്കിലുണ്ടോ. കൂടുതൽ ചിരിക്കല്ലേ? കണ്ട, സ്വന്തം ബാല്യകാല സുഹൃത്തിനെ കിട്ടിയപ്പോൾ ഇപ്പം നമ്മളൊന്നും വേണ്ട. നമുക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. നീ ഇപ്പോഴേലും ആ സത്യം മനസ്സിലാക്കിയല്ലോ, സന്തോഷം. അയ്യ, കിട്ടോട്ടോ എൻ്റെ ചുമ്മാതല്ലടി നിനക്ക് അമ്മോടെ തന്നെ ഫ്രണ്ടായി കിട്ടിയത്. ഓ, ഞാൻ സഹിച്ചു. അല്ലെങ്കിൽ അങ്ങേർക്ക് എന്തായാലും കുഴപ്പം? നല്ല ചുള്ളൻ ചെക്കനല്ലേ? കണ്ട പൂച്ചയുടെ മനസ്സിലിപ്പുണ്ടോ? അതേ, ഞാൻ വേണമെങ്കിൽ അങ്ങേരം വളയ്ക്കുകയും ചെയ്യും. കാണണോ? അന്നല്ലോ ഇതിനാണോ കാലൻ്റെ വണ്ടി എന്ന് പറയുന്നത്? അതെ, ഈ ലഗേജ് ഒക്കെ എടുത്ത് ഡിക്കിയിൽ വെക്കണം. അതെ, ഞാനോ? പിന്നിലോട്ട് ഞാനോ? ഇതൊക്കെ എൻ്റെതാണോ? ഞാൻ എടുത്ത് വെച്ചിട്ട് വരാം. ഇങ്ങനെ അങ്ങ് തട്ടിയാലോ? വേണ്ട അച്ചു, ഡോണ്ട് ടേക്ക് ആവേശം. ചെന്നൈയിലെ ജയിലിൽ കേരളത്തിൽ പോലെ ചപ്പാത്തി ചിക്കനോ കിട്ടണമെന്നില്ല. മഹേട്ടാ, ഞാനും അവനെ പോയി സഹായിച്ചിട്ട് വരാം. അച്ചു, എന്താടാ, എന്ത് പറ്റി? ഒന്നുമില്ല, ലഗേജ് എടുത്ത് വെക്കാൻ നേരത്തെ കാലിൽ വീണത്. എവിടെ നോക്കട്ടെ. വലിയ കുഴപ്പമില്ല. അത് ലഗേജ് വീണതിൻ്റെ ചെറിയൊരു ചതവുണ്ട്. എൻ്റെ ഒരു ഓയിൻമെൻ്റ് ഉണ്ട്, ഞാനത് പെടുത്തിട്ട് വരാം. അച്ചു, നല്ല വേദന ഉണ്ടോടാ? ഇല്ല എൻ്റെ പൂച്ച കുഞ്ഞേ, അത് ആ വീണതിൻ്റെ ചെറിയൊരു വേദന, അത്രേ ഉള്ളൂ. ഞാൻ ഓക്കെയാ. ഈ ഓയിൻമെൻ്റ് ഇട്ടാൽ മതി, മാറിക്കോളൂ. ഇങ്ങ് തന്നേക്ക്, ഞാൻ ഇട്ട് കൊടുക്കാം. മഹിയുടെ കയ്യിൽ നിന്ന് ഓയിൻമെൻറ്റ് വാങ്ങി ആമി അത് അച്ചുവിൻ്റെ കാലിൽ പുരട്ടി കൊടുത്തു. മഹി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്താ മഹി ഇത്? നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അടി കൂടരുതെന്ന്. ഇതിപ്പോൾ നിൻ്റെ അച്ഛനാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ പോകണം നിനക്ക് അറിയാവുന്നതല്ലേ? എന്നിട്ടാണോ നീ ഇങ്ങനെ ഇരുന്ന് കിണിക്കാതെ കൈ തടപ്പൊട്ട? ഇത് നല്ലപോലെ മുറിഞ്ഞിട്ടുണ്ടല്ലോടെ മഹി. നിൻ്റെ ഒരു കാര്യം എടി, ഇങ്ങനെ പേടിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ചെറുത് എന്നും ഇങ്ങനെ ഓരോന്നൊപ്പിച്ചുകൊണ്ട് വന്നാൽ മതിയല്ലോ. മനുഷ്യനെ വെറുതെ ടെൻഷനാക്കാൻ വേണ്ടിയിട്ട്. അവനിത് വല്ലതും അറിയണോ? ഞാൻ എത്ര മുറിവ് പറ്റി വന്നാലും എന്നെ നോക്കാൻ നീ ഉണ്ടല്ലോ.
ആ ഞാനുണ്ട്. അതിൻ്റെ അഹങ്കാരം തന്നെയാണ് നിനക്ക്. ഞാൻ നാളെ ഇല്ലാതാവുമ്പോൾ നിനക്ക് മനസ്സിലാവും. ഇനി മേലെ ഇങ്ങനെ പറഞ്ഞു പോയത് കേട്ടില്ല. മരുന്നിട്ടേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് മാറിക്കൊള്ളും. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആമി, എൻ്റെ ഫോൺ കണ്ടോ നീ? എൻ്റെ സൈഡ് ബാക്കിൽ നോക്കടാ, അതീ കാണും. കണ്ടില്ലടി. ആ കിട്ടി. കാഴ്ച ശക്തി കുറവാണെങ്കിൽ കണ്ണാടി വെക്കുന്നത് നല്ലതാവും. ഇങ്ങനെ കൊണ്ട് വലിയ കഷ്ടമല്ലോ. നൈസിനുറങ്ങിക്കളെ. മാഹിയേട്ട എന്താ അങ്ങനെ പറഞ്ഞേ? എന്തോ എവിടെയോ ചെയ്യുന്നതാണ്. സംതിങ് ഫിഷി. കണ്ടുപിടിക്കണം. നീ എന്തെങ്കിലും ഒപ്പിച്ചു വെച്ച ദൈവമേ.